നമസ്കാരം. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ സിനിമാ ഗാനങ്ങൾ, അടിപൊളി ഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തമിഴ് പാട്ടുകൾ, പിന്നെ ഹിന്ദി ഗാനങ്ങൾ എന്നാണ്. അതിലാദ്യത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോയ്സായിട്ട് വരുന്ന തമിഴ് പാട്ടുകളാണ്. കൂടുതലും തമിഴ് സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്യാറുണ്ട്. ആ കാലഘട്ടത്താണ് ഇളയരാജ എന്ന സംഗീതജ്ഞൻ ശരിക്കും കയറി വരുന്നത്. അതായത് 80 മുതൽ അല്ലെങ്കിൽ 2000 വരെയുള്ള കാലഘട്ടം, പ്രത്യേകിച്ചും 10-15 വർഷം അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. ഇന്ത്യയിൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് സംവിധാനം നിർവഹിച്ച സംഗീതജ്ഞനും ഇളയരാജ തന്നെയായിരുന്നു. നല്ല കഴിവുള്ള പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ തന്നെയാണ്. എന്നിരിക്കെ അദ്ദേഹം SP ബാലസുബ്രഹ്മണ്യം എന്ന ഗായകൻ്റെ എതിരെ അദ്ദേഹം കേസിന് പോയതോടുകൂടി സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ആ സംഗീതജ്ഞനോട് വെറുപ്പായി. അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ നമുക്കിഷ്ടമാണ്. അദ്ദേഹം പല സംവിധായകരുമായിട്ട് അദ്ദേഹം 1000 സിനിമ കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 700 ഡയറക്ടേഴ്സുമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഓരോ ഡയറക്ടേഴ്സും അദ്ദേഹത്തെ പറ്റി പറയുന്ന പ്രത്യേക ഒരു അനുഭവങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ സത്യനന്ദികാട് സാറാകട്ടെ, അല്ലെങ്കിൽ ഫാച്ചിക്കാകട്ടെ, ഇവരൊക്കെ ഇളയരാജയെ പറ്റി പറയുന്നത് പ്രത്യേക അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തിനെ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോങ്സ് കമ്പോസിങ്ങിലായാലും ശരി, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ശരി, അദ്ദേഹം നിശ്ചിത സമയം കൊണ്ട് തന്നെ വർക്കുകൾ പൂർത്തിയാക്കി തരുന്ന ഒരു വ്യക്തിയാണ്. ഒന്നിനൊന്നും മികച്ച ഈണങ്ങളും കമ്പോസിങ്ങും തന്നെയാണ് എന്ന പ്രഗത്ഭരായ സംവിധായകരൊക്കെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ SP ബാലസുബ്രഹ്മണ്യനുമായിട്ട് SP ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഗായകൻ ഇദ്ദേഹത്തിൻ്റെ ഒറ്റ ചങ്ങാതിയും കൂടിയാണ്, അല്ലാതെ ഒരു സാധാരണ ഒരു ഗായകനല്ല. രാജയായിട്ട് അങ്ങേയറ്റം എന്താ പറയുക, ഒരു മമ്മൂക്ക ഒരു വേദിയിൽ പറയുന്നത് കേട്ടു കമലഹാസനെ പറ്റി, ജയറാമിനെ പറ്റി പറയുന്നത് കേട്ടു. അതായത് കമലഹാസൻ്റെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ഫുഡ് എന്ന് വരെ അത് അതറിയണമെന്നുണ്ടെങ്കിൽ ജയറാമിനോട് ചോദിച്ചാൽ മതി, അത്രത്തോളം ഇവർ ചങ്ങാതിമാരാണെന്ന്. ആ സെയിം ഒരു ശൈലി തന്നെയായിരുന്നു SP ഇളയരാജയായിട്ട്. എന്നിരിക്കെ ഈ റോയൽറ്റി പ്രശ്നം വന്നു. അദ്ദേഹത്തിന് ഇളയരാജയ്ക്ക് വർക്കുകൾ കുറയാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ റോയൽറ്റി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് SPBക്കെതിരെ ഇദ്ദേഹം കേസിന് പോയി. അതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആരാധകർ അദ്ദേഹത്തെ വെറുത്തു തുടങ്ങി. കാരണം SP എന്ന ഗായകനുമായിട്ട് അത്രത്തോളം ചങ്ങാതിത്തമുള്ള ഒരു വ്യക്തി, അത് SPയോട് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അത് ഒരു കേസ് കൊടുത്ത് അത് പത്രമാധ്യമങ്ങളിലൂടെ പെരുവഴിയിലിട്ട് നാറ്റിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജാണ് പോയത്. അന്ന് തുടങ്ങിയാണ്, എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് തുടങ്ങിയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടാശിനി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ആഴ്ച ഒരു സിനിമയ്ക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ പാട്ട് ആ സിനിമയിൽ ഉപയോഗിച്ചു. അതിന് റോയൽറ്റി ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെന്നോ ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ ആ സിനിമയുടെ നായികയും സംവിധായകയും ഒരാൾ തന്നെയാണ്, ഒരു സ്ത്രീയാണ്, വനിത വിജയകുമാർ എന്ന് പറയും. അവരാവട്ടെ കൃത്യമായിട്ട് ഇദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. കാരണം അവർ കുഞ്ഞുനാൾ മുതൽ ഇദ്ദേഹമായിട്ടൊക്കെ, അവരുടെ അപ്പൻ ഒരു നടനാണ്, ആ സ്ത്രീയുടെ അവൻ നടനാണ്, അമ്മ ഒരു അഭിനേത്രിയാണ്. കുഞ്ഞുനാൾ മുതൽ ഇവരുമായിട്ട് അടുത്ത് ഇടപഴകുന്നതാണ്. ഇളയരാജയെ പറ്റിയുള്ള റോയൽറ്റി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളിൽ വിവരങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജയെ വീട്ടിൽ ചെന്ന് കണ്ടു, രാജയോട് പെർമിഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈണം ചെയ്ത, അല്ലെങ്കിൽ ഇദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ ഏതാണ്ട് നല്ലൊരു 90% പാട്ടുകൾ സോണി മ്യൂസിക്കിന് വിറ്റതായിട്ടാണ് ആ സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അങ്ങനെ അപ്രകാരം സോണി മ്യൂസിക്കിൽ നിന്ന് റൈറ്റ്സ് മേടിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനും ഇങ്ങേറെ അടുത്ത് പോയി പെർമിഷൻ ചോദിക്കണം? ഇങ്ങേരാരാ, ദൈവമോ? ഒരു കാലത്ത് ഇദ്ദേഹത്തെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിക്കാനായിട്ട് തമിഴ് സിനിമാ നിർമ്മാതാക്കളാകട്ടെ അല്ലെങ്കിൽ സംവിധായകരാകട്ടെ ക്യൂ നിൽക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ടൈമിങ്ങിന് വേണ്ടി. ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞ് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഈണങ്ങളുണ്ടെങ്കിൽ സിനിമ ഹിറ്റാണ് എന്നും പറഞ്ഞ് മാസങ്ങളോളം കാത്തുനിന്ന കേസുകളൊക്കെ ഉണ്ട്. എന്തിനധികം പറയും, നമ്മുടെ ജോമോൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടായിരുന്നു മലയാളത്തിൽ. അദ്ദേഹം വളരെ ചുരുങ്ങിയ സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ഒന്ന് അനശ്വരം, മറ്റൊന്ന് സാമ്രാജ്യം. ഈ 2 സിനിമകൾ. അദ്ദേഹത്തിൻ്റെ ഈ സാമ്രാജ്യം എന്ന സിനിമയ്ക്ക് പാട്ടുകളില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഇളയരാജയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് രാജയെ ചെന്ന് കാണുകയും രാജ പറഞ്ഞു, എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് ഡെയിലി 3 മൂവിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒട്ടും സമയമില്ലെന്ന്. സാറിന് എപ്പോഴാണോ സമയം ഉണ്ടാകുക, ഞാൻ സിനിമ എടുത്തു വെച്ചേക്കാം, സാറിന് എപ്പോഴാണോ സമയം ഉണ്ടാകുക ആ സമയത്തിന് സാർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള
സെൻസറിങ്ങിനും മറ്റും ശ്രമിക്കുന്നുള്ളൂ, റിലീസിങ് ഡേറ്റ് നിശ്ചയിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസത്തോളം രാജയ്ക്ക് വേണ്ടി തന്നെ ആ സിനിമ പെട്ടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് മമ്മൂട്ടിയുടെ പടമാണ്, ഒരു ആക്ഷൻ മൂവിയാണ് അത്. അവസാനം പിന്നെ ഒരു സുപ്രഭാതത്തിൽ രാജ അത് കമ്പോസ് ചെയ്ത് കൊടുത്തു, അതിൽ പിന്നെയാണ് പടം റിലീസ് ചെയ്തത്. അത്രത്തോളം വെയിറ്റ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ, പ്രത്യേകിച്ചും ഈ 90-ന് ശേഷമാണെന്ന് തോന്നുന്നു, നമ്മുടെ AR റഹ്മാൻ വന്നതോടുകൂടി പതിയെ 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 അങ്ങ് പുള്ളിയുടെ ആ ശോഭ മങ്ങാൻ തുടങ്ങി. എന്തിനധികം പറഞ്ഞു, നമ്മുടെ AR റഹ്മാൻ്റെ കൂടെ പാടിയ ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, ചിന്ന ആശയം എന്ന് പറഞ്ഞ പാട്ട് പാടിയ ആ ഗായിക ഉണ്ടല്ലോ, മിൻമിനി. ആ മിൻമിനിയെ പോലും ഇദ്ദേഹം ഞാൻ നിങ്ങൾക്ക് ന്യായമായിട്ട് വർക്ക് തരുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനും മറ്റൊരു കമ്പോസറുടെ കീഴിൽ പോയി പാടാൻ പോകണം, അതിൻ്റെ ആവശ്യമില്ല, ഇനി അങ്ങനെ പോകരുത് എന്നൊക്കെ താക്കീത് കൊടുത്തതായിട്ടാണ് മിൻമിനി പിന്നീട് ഒരു അഭിമുഖത്തിൽ അറിയിച്ചത്. ഇദ്ദേഹം കമ്പോസ് ചെയ്ത് വിറ്റുപോയ പാട്ടുകൾ നമ്മൾ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സിനിമാക്കാർ വീണ്ടും എടുക്കുന്നുണ്ടല്ലോ, അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ കമ്പനിയുടെ ആ പാട്ട് ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണോ അവരുടെ റൈറ്റ്സ് മേടിച്ചാൽ പോരെ, അവർക്ക് അവരുടെ പേയ്മെൻറ്റ് അടച്ച് അവരുടെ നിന്ന് സാങ്ഷൻ മേടിച്ചാൽ പോരെ. ഇനിയിപ്പോൾ ഇദ്ദേഹം തിട്ടപ്പെടുത്തി, അതുകൊണ്ട് ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇദ്ദേഹത്തെ തൊഴുത് ഇദ്ദേഹത്തിനൊരു എന്താ പറയുക, ഒരു ബൊക്ക കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ മേടിക്കേണ്ട വല്ല കാര്യമുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് അദ്ദേഹം വീണ്ടും കോടതി പോയി. കഴിഞ്ഞ ആഴ്ച കോടതിക്ക് പോയി. കോടതി ആ കേസ് തള്ളുകയും ചെയ്തു. ഈ റോയൽറ്റി നിയമം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഇന്ത്യയുടെ നിയമമല്ല, അത് വിദേശത്തെ ഒരു നിയമമാണ്. നമ്മുടെ ഇവിടങ്ങളിലാകട്ടെ അത്തരം നിയമങ്ങൾ വിദേശത്തെ കോപ്പി അടിച്ച് ഇവിടെ നടപ്പിലാക്കിയ കേസാണ്, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ നിയമമല്ല. നമ്മുടെ ഇവിടെ എന്ത് പണിക്ക് പോയാലും ആര് പോയാലും, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംവിധായകൻ മുതൽ ആ ലൈറ്റ് ബോയ് വരെ ഉള്ള അവരുടെ കൃത്യമായ സാലറി പറഞ്ഞ് മേടിച്ച് തന്നെയാണ് പോരുന്നത്. ചിലർക്കൊക്കെ കിട്ടാറില്ല, കളിപ്പിക്കപ്പെടാറുണ്ട്, വഞ്ചിക്കപ്പെടാറുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് കൃത്യമായ പ്രതിഫലം പറഞ്ഞ് വഞ്ചിക്കപ്പെട്ടാലും ഈ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് യാതൊരു പരാതിയുമില്ല, ബുദ്ധിമുട്ടുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വർക്ക് നമുക്ക് നഷ്ടപ്പെടും. അടുത്ത വർക്ക് മാത്രമല്ല, പിന്നെ തുടരെ അതിൻ്റെ പിന്നാമ്പുറത്ത് വരുന്ന വർക്കുകളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും സാലറി കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആരും പരാതിയായിട്ട് മുമ്പോട്ട് പോവുകയില്ല. അവർക്ക് സമ്മതം, ഒരു കുഴപ്പമില്ല, തന്നിടത്തോളം മതി എന്നുള്ള രീതിയിൽ. എന്നിരിക്കെ ഈ സംഗീതജ്ഞന്മാർക്ക് ഈ റോയൽറ്റി എന്നുള്ള പേരിൽ ഇങ്ങനെ ഇതൊന്നും നടപ്പിലാക്കേണ്ട യാതൊരു കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയായ അവകാശി കാശ് മുടക്കിയ നിർമ്മാതാവ് തന്നെ. നിർമ്മാതാവില്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭം തന്നെ ഉണ്ടാകുകയല്ല. എത്ര നല്ല കഥയാണെങ്കിലും, എത്ര നല്ല മൂവി ആണെന്ന് പറഞ്ഞാലും, എത്ര നല്ല പാട്ടുകളാണെന്ന് പറഞ്ഞാലും, നിർമ്മാതാവ് കാശ് മുടക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം ഇതല്ല, ഈട് മൊത്തം വേറെ കമ്പനിക്ക് വിറ്റ് കാശും മേടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ആ കമ്പനിക്കാരുടെ അടുത്ത് പോയി ഈ ഉത്തരവാദിത്തപ്പെട്ടവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുന്നവർ പോയി പെർമിഷൻ മേടിച്ചു ആണ് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നത്. എന്നിട്ടും ഇങ്ങേരുടെ അടുത്ത് പോയി പെർമിഷൻ ചോദിച്ചില്ല. ഇദ്ദേഹത്തിന് ഒന്നും വേണ്ട. ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇളയരാജയുടെ അടുത്ത് പോയി പെർമിഷൻ, അതായത് അനുവാദം മേടിക്കണമായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കണമായിരുന്നു. എന്ത് തേങ്ങയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അനുവാദം മേടിക്കേണ്ടത്? ഇദ്ദേഹം അതിൻ്റെതായ കൃത്യമായ പ്രതിഫലവും പറ്റിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ കഴിഞ്ഞ ദിവസത്തെ കോടതി എന്ത് ചെയ്തു? ആ കേസ് തള്ളുകയും ചെയ്തു. ഇത് എടുക്കാൻ പറ്റിയല്ല, തള്ളിക്കളഞ്ഞു. ഇതുകൊണ്ട് ആർക്ക് പോയി? ഇദ്ദേഹത്തിൻ്റെ ഇമേജാണ് പോയി. ഇദ്ദേഹം പക്ഷേ ഈ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം, അല്ലെങ്കിൽ ഈ പണത്തോടുള്ള അമിതമായ ആർത്തി, ഇളയരാജ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്ന ആരാധകർക്ക് പോലും ഇപ്പം വെറുക്കാനാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മനുഷ്യർക്കുള്ള ഒരു സ്വഭാവമാണ്, നമ്മൾ ജീവിതത്തിൽ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ ശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരുമെന്ന് നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു പോകുന്നു. ഒന്ന്. മറ്റൊന്ന്, ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് ജീവിതത്തിൽ അവസാനം വരെ കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിത അവസാനം വരെ ആരും ഒരു രംഗത്തും അജയന്മാരായിട്ട് തുടരാനാവില്ല. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ടെങ്കിലും എന്തു ചെയ്യാം? നമ്മുടെ ഉൾമനസ്സ് കാലക്രമേണ ഉണ്ടാകുന്ന നമ്മുടെ തകർച്ചയെ സ്വീകരിക്കാൻ ഉൾമനസ്സ് തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.